ഗുഡ് മോർണിംഗ്. ഇന്നതേ ഉത്രാട നാളാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് നെവിക്കുട്ടിയുടെ ഫസ്റ്റ് ഓണമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ യു കെയിലായിരുന്നു. സോ ഇത് അവൾ ആദ്യമായിട്ട് നാട്ടിലെത്തിയതിൻ്റെ ഫസ്റ്റത്തെ ഓണം കൂടിയാണ് കേട്ടോ. നമ്മളെല്ലാവരും റെഡിയായി. നമ്മുടെ വീട്ടിലല്ല ഓണം, എൻ്റെ വീട്ടിലും അതുപോലെ ഷാനൻ്റെ വീട്ടിലും ഈ വർഷം ഓണമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കുമാരി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിന്ന് ഓണം ആഘോഷിക്കുന്നത്. ഉത്രാട നാൾ ഒരുപാട് വിഭവങ്ങളൊക്കെ സ്നേഹത്തോടെ നമ്മുടെ രേഖ ചേച്ചിയും കുമാരി ചേച്ചിയും കൂടി നമുക്ക് ഉത്രാട നാളിന് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹാപ്പി ആയിരുന്നു, വളരെ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു നല്ല അത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നെവിക്കുട്ടിൻ്റെയും നാട്ടിലത്തെ ആദ്യത്തെ ഓണമാണ് കേട്ടോ. അവളുടെ ഫസ്റ്റ് ഓണം നമ്മൾ യു കെയിലായിരുന്നു. ഇത് രണ്ടാമത്തെ ഓണമാണ്. അതിങ്ങനെ എല്ലാവരും ഫാമിലിയോടൊപ്പം നമ്മളിങ്ങനെ ഒന്നിച്ച് ചേർന്ന് ആഘോഷിക്കാൻ പറ്റിയതിൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വരവ് കൂടിയാണ് ഞങ്ങളുടേത്. സോ അതോടൊപ്പം തന്നെ ഈ ഓണം കൂടി നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയല്ലോ, എല്ലാവരും ചേർന്ന് ആഘോഷിക്കാൻ പറ്റിയല്ലോ. അതിന് വളരെ 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 സന്തോഷമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വയറ് ഫുള്ളായിരുന്നു, ഹെവി ഫുഡായിരുന്നു. കാരണം സദ്യയൊക്കെ എന്ന് പറയുമ്പോൾ റെയറായിട്ട് കിട്ടുന്നൊരു കാര്യമില്ല. ഓണസദ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ രുചി ഏറെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും മടിയൊന്നും കാണിക്കാതെ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നെവിക്കുട്ടി ഫുൾ ഓൺ പവറായിരുന്നു. സോ അവൾ ഫുള്ള് ഓടി നടന്ന് കളിക്കുമായിരുന്നു. നമുക്കിതുപോലെ ഒരു നല്ലൊരു ഓണസദ്യ തന്ന നമ്മുടെ കുമാരി ചേച്ചിയോടും രേഖ ചേച്ചിയോടും അവിടെ എല്ലാവരോടും ഫാമിലിയിലെ എല്ലാവരോടും നമ്മൾ ഒരുപാട് നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് നല്ലൊരു ഓണം സമ്മാനിച്ചു. നല്ലൊരു ഉത്രാട നാളായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്. നെവിനെ എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ റെയറായിട്ട് കിട്ടുന്നതല്ല ഇതൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നാളെ ഇനി ഓണമാണ്. ഇനി ബാക്കി വിശേഷം നാളെ. ഓക്കെ, ബായ്.